എല്ലാ അമ്മായിമ്മമാർക്കും അമ്മയാകാൻ പറ്റുമോ? പറ്റുന്നവരുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. എല്ലാ അമ്മായിമാരെയും മാറ്റി നിർത്തി എനിക്ക് 2% ആളുകളെ കുറിച്ച് മാത്രമാണ് പറയാനുള്ളത്. തൻ്റെ മദർ ഇൻ ലോയിൽ നിന്നും ട്രോമയുണ്ടായി ശേഷം ജീവൻ ഒടുക്കിയ ഒരു കഥയിൽ നിന്ന് ഞാൻ തുടങ്ങിയാണ്. എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ, എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് പറയാനുള്ളത്, നിങ്ങളുടെ മകൻക്ക് വേണ്ടി ഒരു പാർട്ട്ണറെ കണ്ടെത്താനുള്ള അവകാശവും അധികാരവും, അതുപോലെ നിങ്ങൾ അതിന് ഒക്കെയാണ് എങ്കിൽ, നിങ്ങൾ അതിനൊരുങ്ങുകയാണ് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രം: നിങ്ങളുടെ കൺസെപ്റ്റിൽ ഇല്ലാത്തൊരു കുട്ടിയെ ദയവ് ചെയ്ത് നിങ്ങളെ മരുമകളായി വീട്ടിലോട്ട് ക്ഷണിക്കരുത്. പറയുമ്പോൾ വേദനയുണ്ട്, പക്ഷേ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളെ മനസ്സിലത്തെ കൺസെപ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് മറച്ചു വെച്ച് നമ്മളൊരു കുട്ടിക്ക് ജീവിതം കൊടുക്കും. അപ്പം പിന്നീട് എന്താ സംഭവിക്കുന്നത്? നമ്മൾ വലിയൊരു ത്യാഗം ചെയ്തതാണെന്ന് നമ്മുടെ മനസ്സിൽ തോന്നും. പിന്നെ നമ്മൾ കഥ പറയാൻ തുടങ്ങും, കണക്ക് പറയാൻ തുടങ്ങും. സമ്പത്തിനെ പറ്റി, സൗന്ദര്യത്തിനെ പറ്റി, പ്രൗഢിയെ പറ്റി നമ്മൾ നിരന്തരമായി പറയാൻ തുടങ്ങും. നമ്മളുടെ സ്വപ്നത്തിലേക്ക് ഒരാൾ ഇടിച്ചു കയറി വന്നു എന്നാണ് പറയുന്നത്. ഓർക്കുക, അതേ സമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മകന് ഒരു പ്രണയത്തിലോ അല്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ നിന്നൊരു കുട്ടിയെ ഇറക്കി കൊണ്ടുവന്നിട്ടോ ഇല്ല. നിങ്ങളുടെ ഡിസിഷൻ പ്രകാരമാണ് നമ്മൾ ആ കല്യാണം കഴിച്ചിട്ടുള്ളത്. പക്ഷേ അതേ സമയം അവർ പേഴ്സണൽ ലൈഫ് ഓക്കെ ആയിരിക്കും. പിന്നെ ആർക്കാണ് ഇവിടെ പ്രശ്നമുള്ളത്? നമ്മളുടെ സങ്കല്പത്തിലെ കുട്ടിയായില്ല എന്ന് മാത്രമാണ് ഇവിടെ നമ്മളുടെ പ്രോബ്ലം. ഈ വാക്കുകൾ കൊണ്ട് നമ്മൾ ക്ഷണിച്ച ഒരു വ്യക്തിയുടെ ജീവിതവും സ്വപ്നവുമാണ് ഇല്ലാതായിത്തീരുന്നത്. ഓർക്കുക, വാക്കുകൾക്ക് മറ്റൊരാളുടെ ജീവന്റെ വിലയുണ്ട്.